നരേന്ദ്രമോദി ഇൻസ്റ്റാഗ്രാമിൽ 100 മില്യൺ തികയ്ക്കുന്ന ആദ്യത്തെ പൊളിറ്റീഷ്യനായിട്ട് മാറിയിരിക്കുന്നു. വാവ് മോദിജി, വാവ് വാവ്. വേറെ എന്ത് വേണം? നമ്മുടെ വിശ്വഗുരു ആവാൻ ഇതിനേക്കാൾ വലിയ അല്ലെങ്കിൽ ഇതിനേക്കാൾ വലുതായിട്ടുള്ള എന്ത് മാനദണ്ഡമാണ് ഈ ലോകത്തുള്ളത്? ഒന്നുമില്ല. ഇതാണ് നമ്മുടെ മോദിജി. എന്തുകൊണ്ടാണ് ബീഹാറിൽ പോയിട്ട് നിങ്ങൾക്ക് റീൽസ് കാണാൻ, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം കാണാൻ, നിങ്ങൾക്ക് അതിനുള്ള ഒരു നെറ്റ്വർക്ക് ഞാൻ ഉണ്ടാക്കി തന്നില്ലേ? അതിനുള്ള ഡാറ്റ നിങ്ങൾ BJP നിങ്ങൾ കയ്യിലോട്ട് തന്നില്ലേ എന്ന് മോദിജി പറയാൻ കാരണം എന്താണ്? മോദിജിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. 100 മില്യൺ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. പ്രതിപക്ഷത്തിൻ്റെ മൊത്തം രാഹുൽ ഗാന്ധി അടക്കമുള്ള സകല നേതാക്കന്മാരുടെയും ഫോളോവേഴ്സിനെ കൂട്ടി വെച്ച് കഴിഞ്ഞാലും മോദിജിയുടെ ഫോളോവേഴ്സ് അപ്പോഴും കിടക്കും 23 മില്യൺ പിന്നെയും മേലെ. ചെറിയ കാര്യമായിട്ടാണോ ഇത്? ലോകത്തിലെ ഒരു മനുഷ്യനുമില്ല. മറ്റ് വേൾഡിലെ ഏത് പൊളിറ്റീഷ്യൻസ് നിങ്ങൾ എടുത്തു നോക്കിയോ അതിനേക്കാളൊക്കെ അപ്പുറത്താണ് നമ്മുടെ മോദിജി. തിളങ്ങി തുടുത്ത് നിൽക്കുക നമ്മുടെ മോദിജി. ഇതൊന്നും കാണാണ്ട് പോകരുത്. സംഘികൾ ഇതൊക്കെ കാണിക്കുമ്പോൾ നിങ്ങളെന്തത് കാണാണ്ട് നടക്കുന്നത്? സാധാരണക്കാരെന്തത് കാണാത്തത്? BJP ഹാലുകൾ, സംഘി ഗോദി മീഡിയകളിലൊക്കെ ഇത് കൊട്ടിഘോഷിച്ച് നടന്നുകൊണ്ടിരിക്കുക. രാജ്യത്ത് ബാക്കി പ്രശ്നങ്ങൾ നമുക്കൊരു വിഷയമല്ല. മോദിജി 100 അടിച്ചു, സെഞ്ചുറി 100 മില്യൺ അടിച്ചത് കേട്ടോ, 100 റണ്ണല്ല അടിച്ചത്. ഏതായാലും മോദിജിയുടെ ഈ ഒരു മഹത്തായിട്ടുള്ള അച്ചീവ്മെൻറ്റിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്നവർ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഫ്രീ ആയിട്ട് ആ ബട്ടൺ നെക്കിയിട്ട് കണ്ടോളുക. സത്യത്തിൽ തെരഞ്ഞെടുപ്പുകൾ ജയിക്കാനേ വോട്ടുകളല്ല വേണ്ടത്, ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെ വേണ്ടതെന്ന് മോദിജി നമ്മുടെ മുമ്പിലോട്ട് വീണ്ടും കാണിച്ചു തരാനുള്ളത്. വേറെ എന്തൊക്കെ പരിപാടി, ഇവിടെ എന്തൊക്കെ ജുംല ചെയ്താലും ഇവിടുത്തെ ആൾക്കാർ എന്നെ മൈൻഡ് ചെയ്തിലും കുഴപ്പമില്ല, എനിക്ക് ഫോളോവേഴ്സ് ഉണ്ട്. നോട്ട് ദ പോയിൻറ്റ്. അപ്പം നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സുള്ള ആദ്യത്തെ പൊളിറ്റീഷ്യനായിട്ട് നമ്മുടെ വിശ്വഗുരു മാറിയിരിക്കുന്ന ഒരു വലിയ മഹത്തായിട്ടുള്ളൊരു ദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി പ്രതിപക്ഷ നേതാക്കളുടെ ആകെ ഫോളോവേഴ്സിനേക്കാളും 23 മില്യൺ ഫോളോവേഴ്സാണ് മോദിജിക്ക് കൂടുതലായിട്ടുള്ളത്. ഇനി നമ്മളിതൊക്കെ കാണുന്ന സമയത്ത് ഇത്രയും വലിയ മനുഷ്യല്ലേ, ഇത്രയും ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് അങ്ങോട്ട് എടുത്ത് അതിൻ്റെ എൻഗേജ്മെൻറ്റ് നമ്മളെടുത്ത് വെറുതെ നോക്കുക. ഇത്രയും വലിയൊരു മനുഷ്യന് ഇത്രയും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാണ്ട് നമ്മളൊന്ന് നോക്കിപ്പോലെ. അങ്ങനെ നമ്മൾ മോദിജിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ 100 മില്യൺ അക്കൗണ്ടിൻ്റെ എൻഗേജ്മെൻറ്റ് എടുത്ത് നോക്കിയപ്പോൾ നമ്മൾ ഞെട്ടുന്ന കാഴ്ച കണ്ടത് 0.47% മാത്രം എൻഗേജ്മെൻറ്റ്. അതായത് 100 മില്യണിൽ 1 മില്യൻ്റെ പകുതി പോലും, 1/2 മില്യൺ പോലും, വെറും 0.47% ആളുകൾ. 100 മില്യണുള്ള ആൾക്ക് എത്രയുള്ളത്? വെറും 0.4% ആളുകൾ മാത്രമാണ് ഈ അക്കൗണ്ടിൽ എൻഗേജ്മെൻറ്റ് കാണിക്കുന്നത്. അതെന്ത് പരിപാടിയാണ്? അറ്റ്ലീസ്റ്റ് ഒരു 1-2% ഒക്കെ കാണിക്കണ്ടേ? ഇപ്പോൾ 100 മില്യണിലെ ഒരു 1-2% എൻഗേജ്മെൻറ്റ് കാണിക്കേണ്ട. അതിലൊരു ബേസിക് ഘടന എന്ന് പറയുന്നത് വല്ലാത്ത മോശം. അപ്പോൾ നമുക്ക് രാഹുൽ ഗാന്ധിൻ്റെ നോക്കാം. രാഹുൽ ഗാന്ധി അതിനേക്കാൾ മോശമായിരിക്കുന്ന നമ്മൾ വിചാരിക്കുക. അങ്ങനെ രാഹുൽ ഗാന്ധിൻ്റെ എടുത്ത് നോക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിക്ക് ആകെ 12 മില്യണോ 13 മില്യണൊക്കെ ആകെ ഫോളോവേഴ്സ് ഉള്ളൂ. പക്ഷേ രാഹുൽ ഗാന്ധിൻ്റെ എൻഗേജ്മെൻറ്റ് നോക്കുമ്പം 2.51%. മൈനസിൽ പോലല്ല, മോദിജിൻ്റെ മൈനസിലാണ് കിടക്കുന്നത്. 2.51%. മോദിജിനേക്കാളും 5 മടങ്ങ് കൂടുതൽ. അത് 100 മില്യണുള്ള മോദിജിനേക്കാളും 12 മില്യൺ മാത്രമുള്ള രാഹുൽ ഗാന്ധിക്ക് മോദിജിനേക്കാൾ 5 മടങ്ങാണ് എൻഗേജ്മെൻ്റ് ഉള്ളത്. അപ്പം എന്താ മോദിജിക്ക് ഇങ്ങനെ? അപ്പം എന്താ മോദിജിൻ്റെ, നിങ്ങളെന്താ പറഞ്ഞു വരുന്നത്? മോദിജിൻ്റെ 100 മില്യൺ ഫേക്ക് ആണെന്നാണോ? അതാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? നിങ്ങൾ കാര്യം വിശദമാക്കി. അങ്ങനെ നോക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മോദിജിയുടെ അക്കൗണ്ട് അങ്ങ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ മോദിജിൻ്റെ ഫോളോവേഴ്സിനൊന്ന് എടുത്ത് നോക്കി മക്കളെ. എടുക്കുമ്പോഴല്ലേ കാര്യം മനസ്സിലാവുന്നത്. ഈ കൂട്ടത്തിൽ 90% നോക്കണം, 90% ഫേക്ക് അക്കൗണ്ടുകളാണ്. എടുത്ത് ഓരോ അക്കൗണ്ടുകൾ തിരിച്ചും മറച്ചും എടുത്ത് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് മോദിജിയുടെ 100 മില്യണിൽ 90 മില്യൺ ഫേക്ക് അക്കൗണ്ടുകളായിരുന്നു, ബോട്ടുകളായിരുന്നു. ബോട്ട് അക്കൗണ്ട് കയറ്റിയിട്ട് വിശ്വഗുരു ആക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന PR വർക്കാണ് നമ്മുടെ രാജ്യത്ത് ചെയ്യുന്നത്. മണ്ടന്മാരായിട്ടുള്ള BJPക്കാരല്ല, മണ്ടന്മാരായിട്ടുള്ള സംഘികൾ ഇത് അറിയുന്നില്ല. പക്ഷേ ഇത് നിങ്ങൾ നാളെ എടുത്ത് നോക്ക്, നിങ്ങൾ നാളെ ഒന്ന് എടുത്ത് നോക്കി മോദിജിയുടെ ഫോളോവേഴ്സിന് എടുത്ത് നോക്കേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കംപ്ലീറ്റ് ഫേക്ക് ബോട്ട് അക്കൗണ്ടുകളായിരുന്നു മോദിജിയുടെ 100 മില്യൺ എന്നുള്ളത്. ഇതിനേക്കാൾ വലിയ നാണക്കേട് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഇതാരും കാണൂല. നമ്മൾ 100 മില്യൺ മാത്രമേ കാണുന്നുള്ളൂ. ഇമ്മാതിരി ഊളത്തരത്തിൻ്റെ ഇടയിൽ കൂടെ നടത്തുന്നുണ്ടെന്നുള്ള ആരും കാണൂല. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഇനി ഏതായാലും മില്യൺസിൻ്റെ കണക്ക് വെച്ചിട്ടാണ് പ്രധാനമന്ത്രി ആക്കുന്നതെങ്കിൽ നമ്മുടെ വിരാട് കോഹ്ലിനെ വീട്ടിലാക്കേണ്ടി വരും ഇന്ത്യയിലെ പ്രധാനമന്ത്രി. വിരാട് കോഹ്ലിക്ക് 3-ാം സ്ഥാനം 4-ാം സ്ഥാനത്ത് വിരാട് കോഹ്ലിക്ക് ഇതുണ്ട്. ഇനി അതല്ല, അതിനേക്കാൾ മേലോട്ട് നോക്കണമെങ്കിൽ നമുക്ക് വല്ല റൊണാൾഡോൻ്റെ
റൊണാൾഡോക്ക് ഏകദേശം 650 മില്യൺ ആയിട്ടാണ് കിടക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള മനുഷ്യൻ. അത് കഴിഞ്ഞാൽ മെസ്സി ഉണ്ട് 511. അതിൻ്റെതായ ഒരു നമ്മുടെ കോഹ്ലി കിടക്കുന്നത് 400 ചില്ലാനം. ഇനി അതൊന്നും അല്ലാണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് പല സെലീന ഗോമസ് വരുന്നുണ്ട്, അങ്ങനെ പല റോക്ക് വരുന്നുണ്ട്, ഇങ്ങനെ പല ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ മില്യൺസിൻ്റെ കണക്ക് വെച്ചാണ് ഇവരൊക്കെ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിടോ ചോദിക്കാം. നിനക്കെന്താ നാണുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിക്കേണ്ട, മോദിജിൻ്റെ 100 അത് ഫേക്കാണ്. അത് 90 ഫേക്കാണെന്നുള്ളത് ഞാൻ ആദ്യം കാണിച്ചു തന്നില്ലേ. നിങ്ങളിൻ്റെ മേലോട്ട് തന്നെ കുതിര കയറുന്നത്. അപ്പോൾ ആ പ്രശ്നം എടുത്ത് തീർന്നല്ലോ. ഇനി ഇന്ത്യയിലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഉപയോഗം നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ഏകദേശം 400 മില്യൺ ആൾക്കാരാണ്. 140 കോടി, അതായത് 1.46 ബില്യൺ ജനസംഖ്യയുള്ള സ്ഥലത്ത് 400 മില്യണോളം ആളുകൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ചൈനയിൽ ഇൻസ്റ്റാഗ്രാം ബാൻ ആയതുകൊണ്ട് അവിടുത്തെ ഫോളോവേഴ്സ് ഒന്നും ഇന്ത്യക്കോ അല്ലെങ്കിൽ അവിടുത്തെ നേതാക്കന്മാർക്കോ ഇല്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അവന്മാർ ഇന്ത്യയിലെ മോദിജിനെ ഇടിച്ചിട്ട് വേണം. അതേതായാലും ഇവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് വലിയൊരു കാര്യം മോദിജിക്ക് അതിൽ ആശ്വസിക്കാം. ഇനി പല യാഥാർത്ഥ്യങ്ങളും മറച്ചു വെച്ചിട്ടാണ് ഈ പറഞ്ഞ ഫോളോവേഴ്സിനെ പൊക്കിപ്പിടിച്ച് നടക്കണമെന്ന് നിങ്ങൾ ആലോചിക്കണം. മോദിജിയുടെ മൻ കി ബാത്ത് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു, ഓർക്കേണ്ട നിങ്ങൾ. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് എടുത്തു നോക്കി. മൻ കി ബാത്തിൻ്റെ ഒക്കെ വീഡിയോയിൽ ദശലക്ഷക്കണക്കിന് ആൾക്കാരാണ് 1.6 മില്യൺ ആളുകളെ ഡിസ്ലൈക്ക് ചെയ്തത്. ലൈക്ക് അതിൻ്റെ 4/1 പോലും ഇല്ല. ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് കിട്ടിയ നേതാവ് നമ്മുടെ മോദിജി തന്നെ ആയിരിക്കും. അപ്പോൾ മനസ്സിലായില്ലേ 100 മില്യൻ്റെ കണക്ക് എവിടെ നിന്ന് വന്നതെന്നുള്ളത്, ഫേക്ക് എവിടെ കയറ്റിയെന്നുള്ളത് മനസ്സിലായില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇനി മോദിജി പണ്ടൊരു പരിപാടി ഉണ്ടാക്കിയിരുന്നു അല്ലേ, മോദിജി പപ്പ, മോദിജി വാർ റുഖയ പപ്പ എന്നും പറഞ്ഞിട്ട് വാമ്പസമ്മ. അതിൻ്റെ ഡിസ്ലൈക്ക് നിങ്ങൾ നോക്ക്, എത്ര ലൈക്ക് എത്രയുടെ ഡിസ്ലൈക്ക് നോക്ക്. ലൈക്കിനേക്കാൾ ഇരട്ടിയാണോ ഡിസ്ലൈക്ക്? ഇതുപോലെ മോദിജിനെ മറ്റൊരു പരിപാടിയുടെ ഡിസ്ലൈക്കും ലൈക്കും കാണിച്ചിരട്ടെ, കണ്ടോ? എപ്പോഴും മോദിജി ഒരു പരിപാടി അവതരിച്ച് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇയാൾ എന്താ പറയുക പരിപാടികൾ കാണിച്ചു കൊടുക്കുന്നത്. ഇതാരും കാണില്ല. നമ്മൾ 100 മില്യൺ വാ മോദിജിയും പറഞ്ഞ് കൈയടിച്ച് നടക്കും. യഥാർത്ഥത്തിലുള്ള ഡിസ്ലൈക്കും ലൈക്കിൻ്റെയും കണക്കെടുത്ത് നോക്കിയാൽ മോദിജിക്ക് കിട്ടും, മോദിജിൻ്റെ മുഖത്തടി കിട്ടുന്ന പോലെ ആയിരിക്കും ഡിസ്ലൈക്ക്. 1ഉം 2ഉം അല്ല. ലൈക്ക് 10,000 ആണെങ്കിൽ ഡിസ്ലൈക്ക് 1 ലാഖിൻ്റെ മേലെ കിടക്കും ഓരോന്നിൻ്റെയും. ഇതാണ് നമ്മുടെ മോദിജി പരിപാടി അവതരിപ്പിച്ചുള്ള അവസ്ഥ. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഏതായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ BJP ഹാൻഡിലുകളിലും അല്ലെങ്കിൽ മോദിജിയുടെ പേജിലും മറ്റ് സംഘപരിവാണ പേജുകളിലൊക്കെ പൊക്കിപ്പിടിച്ച് നടക്കേണ്ട അതേ സ്ഥാനത്ത് ലോകത്ത് അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും, രാജ്യത്ത് ഓരോ സ്ഥലത്ത് നടക്കുന്ന ഓരോ പരിപാടികൾ, നമ്മുടെ ഭരണ മികവ് കൊണ്ട് നടക്കുന്ന ഊളത്തരങ്ങളിൽ ഒരു സ്ഥലത്തും അഡ്രസ്സ് ചെയ്യാൻ മോദിജിയോ അല്ലെങ്കിൽ മോദിജിൻ്റെ BJP ഹാൻഡിലുകളോ ഒരു പേജുകളും മുന്നോട്ട് വരുന്നില്ല എന്ന് അറ്റ്ലീസ്റ്റ് എൻ്റെ പൊന്നു സംഖ്യകളെ നിങ്ങൾ മനസ്സിലാക്കണം. നാളെ നിങ്ങളുടെ കുടുംബത്തിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അന്ന് മോദിജി വരും. എന്തിന്? ഇതോ എനിക്ക് 100 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വല്ലതും കിട്ടുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഒരു ചുക്കും കിട്ടാൻ വരില്ല. പട്ടിണിയിൽ ജീവിച്ച്, പട്ടിണി ജനിച്ച്, പട്ടിണി ജീവിച്ച്, പട്ടിണി മരിക്കും സംഖ്യ. അതിനപ്പുറത്തോട്ടൊന്നും സംഖ്യ വളരാൻ പോകുന്നില്ല. അതാണ് രാജ്യത്ത് തൊഴിലില്ലായ്മയും മലിനജലവും മലിനവായുവും മലിന ഡിപ്ലോമസിയും ഒക്കെ ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഇതൊന്നും ഡിസ്കഷൻ പോയിന്റുകളായിട്ട് വരുന്നില്ല. ഇത് എപ്പോഴെങ്കിലും ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ രാഹുൽ ഗാന്ധി ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവരുടെ പാർലമെൻറ്റിൽ സംസാരിക്കാനും സമ്മതിക്കില്ല. അതിന് പകരം മോദിജിയുടെ 100 മില്യൺ ഒരു ആഘോഷമാക്കി മുന്നോട്ട് നടക്കൂ. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ ഒരു മോക്ഷം കിട്ടാൻ എന്താ ഉള്ളത്? നമ്മുടെ പ്രധാന വിശ്വഗുരു ഭരിക്കുന്ന രാജ്യത്ത് വിശ്വഗുരുവിൻ്റെ അണ്ടറിൽ വിശ്വഗുരുവിൻ്റെ ഇത്തരത്തിലുള്ള ജുംല പരിപാടികളൊക്കെ കണ്ട് സന്തോഷമായിട്ട് ജീവിച്ച് മരിക്കൂ എൻ്റെ ഇന്ത്യയിലെ പ്രിയ ജനങ്ങളെ. അതല്ലാണ്ട് നിങ്ങളെക്കൊണ്ടും എന്നെക്കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് നമ്മുടെ രാജ്യത്തിന് എത്തിയിട്ടുണ്ട്. വാവ് മോദിജി, വാവ്.